ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ക്രിസ്മസ് ഡ്രസ് ഹോളുമായിട്ടാണ്. മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് ഡ്രസ്സസിന്റെ ഹോളുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. പിന്നെ വേറെ ചെയ്ത പിക്ചറും വീഡിയോസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണുമ്പോൾ മനസ്സിലാവേ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ വന്നിട്ട് കെമിസ്ട്രി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ വീനക് എയർലൈൻ ഡ്രസ് ആണ് കേട്ടോ. പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ. ഇത് എയർലൈൻ ഡ്രസ് ആണ്. ഇതിന്റെ മെറ്റീരിയൽ വന്ന പ്യുർ കോട്ടൺ ആണ്. ഇതിന്റെ സ്ലീവ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. സ്ലീവ് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഇതൊരു കട്ട് വർക്ക് ഒക്കെ വന്നിട്ട് ഒരു ഹക്കോബ മെറ്റീരിയൽ അവിടെ അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രില്ലായിട്ടാണ് കേട്ടോ കൈ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഇങ്ങനെ താഴ്ഭാഗത്തും ഇങ്ങനെ ഇങ്ങനെ അടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്രില്ല് പോലെ ഇങ്ങനെ അടുപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇവര് ഇതിന്റെ കൂടെ ഒരു ടൈയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ബാക്കിലേക്ക് വലിച്ച് കെട്ടിവെക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ടൈ ആക്കി കെട്ടിവെക്കാം. അങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയാണ്. അല്ലാതെ നിങ്ങൾക്ക് ഈ ടൈ വേണ്ട, വേറെ ഏതെങ്കിലും ബെൽറ്റ് വേറെ ചെയ്തിടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. എങ്ങനെയായാലും ഇതിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്കിത് ഗൗണ് പോലാണ് ഉണ്ടാവുക, കാരണം എനിക്ക് ഹൈറ്റ് കുറവാണ്. അപ്പൊ മീഡിയം ഹൈറ്റ് ഒക്കെ ഉള്ളവർ വെയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു മുട്ടിന് താഴെയൊക്കെ നിൽക്കും കേട്ടോ. ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് ഡ്രസ്സൊക്കെ ആയിട്ട് വെയർ ചെയ്യാനാണ് കേട്ടോ നല്ലത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 935 രൂപയാണ്. ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന് XXL ആണ്. സ്മോൾ ടു XXL വരെ സൈസ് അവൈലബിൾ ആണ്. 935 രൂപയ്ക്ക് ഇത് വർത്താണ് കേട്ടോ. കാരണം ഇതിന്റെ മെറ്റീരിയൽ വന്ന് പ്യുർ കോട്ടൺ ആണ്. പിന്നെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ. എല്ലാം കൊണ്ടും നല്ലതാണ്. ആ പ്രൈസിന് ഇത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇട്ട് വെയർ ചെയ്താലും ഒക്കെ നല്ല രസമുണ്ട്. സെക്കൻഡ് വൺ വന്ന് ഒരു എംബ്രോയിഡറി ഡ്രസ് ആണ്. ഇതിങ്ങനെ പഫ് സ്ലീവ് ഒക്കെയാണ് വന്നേക്കുന്നത്. ഇങ്ങനെ പഫ് സ്ലീവ് വന്നിട്ട് ലാസ്റ്റിക് ഇടയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഹാഫ് കൈയൊക്കെയാണ്. പിന്നെ ഇത് വന്നൊരു റെഡിഷ് മെറൂൺ കളറൊക്കെയാണ്. പിന്നെ ഇതിന്റെ വേസ്റ്റില് ഇങ്ങനെ ലാസ്റ്റിക് ആണ് പോകുന്നത്. ഇതിങ്ങനെ സ്ലീവിലൊക്കെ ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ താഴത്തെ പോർഷനിലും ഇതുപോലെ ഇങ്ങനെ താഴെയും ഇതുപോലെ ഒരു കട്ട് വർക്ക് ഒക്കെ പോലെ അടിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ത്രെഡ് കൊണ്ട് എംബ്രോയിഡറി പോകുന്നുണ്ട്. ഇതിൽ ഇവര് മെൻഷൻ ചെയ്തേക്കുന്നത് കോട്ടൺ എന്നാണ് മെറ്റീരിയൽ. പക്ഷേ ഇത് വന്ന റയോൺ മിക്സ് കോട്ടൺ ആണ്. പക്ഷെ വെയർ ചെയ്യാൻ നല്ല സുഖമുണ്ട്. ഇട്ടിട്ടും നല്ലൊരു കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല സുഖമാണ് ഇട്ടിട്ടും. അങ്ങനെ അസ്വസ്ഥതയൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് ഒരു നീലന്താണ് ഉണ്ടാവുക കേട്ടോ. നീലന്ത് അല്ല, അതിന്റെ തൊട്ട് താഴെ അങ്ങനെയാണ് ഉണ്ടാവുക. ഇതിന്റെ പ്രൈസ് വന്ന് 1269 രൂപയാണ്. അത് എനിക്ക് തോന്നുന്നു ഈ എംബ്രോയിഡറി ഒക്കെ വരുന്നതുകൊണ്ടാണ്. കയ്യിലും ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അടിഭാഗത്ത് നല്ല ഫുള്ളി ചുറ്റിനും ഇങ്ങനെ ഈ കട്ട് വർക്ക് പോലത്തെ എംബ്രോയിഡറി ഫുള്ളും പോകുന്നുണ്ട് കേട്ടോ. കട്ട് വർക്ക് അല്ല, ഇങ്ങനെ അടിയിൽ കട്ട് വർക്ക് പോലെ വന്നിട്ട് അതിലേക്ക് ത്രെഡിന്റെ എംബ്രോയിഡറി ഫുള്ളും പോകുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന് XXL ആണ്. ഇത് സ്മോൾ ടു XXL വരെ സൈസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ഒരു ബ്ലാക്ക് കളറും കൂടെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്ന ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ഗൗൺ ഡ്രസ് ആണ്. ക്രിസ്മസിന് ഇത് നല്ല രീതിയിൽ ആപ്റ്റായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിലേക്ക് റെഡ് കളർ എംബ്രോയിഡറി ആണ് കേട്ടോ പോകുന്നത്. ഹെയർ ഷേപ്പില് റെഡ് കളർ എംബ്രോയിഡറി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് യോക്ക് ഉണ്ടാവുന്നത്. ഫ്രണ്ടും ബാക്കും ഒരുപോലാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത്. ഇതിന്റെ മെറ്റീരിയൽ വന്ന് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. നല്ല രീതിയിലുള്ള ഖാദി കോട്ടൺ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ നല്ല കട്ടിയുള്ള പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ. സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഒരു പഫ് സ്ലീവ് പോലെ. ഇത്രയാണ് കേട്ടോ സ്ലീവ് ഉണ്ടാവുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു പടി പോലെ വേറൊരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ എനിക്കിത് ഫുൾ ഗൗൺ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പം മീഡിയം ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് ഇതൊരു കണങ്ങാലിന്റെ മുകളിലൊക്കെ വരെ നിൽക്കും. അത്രയൊക്കെ ആയിട്ടോ ഉണ്ടാവുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇവര് ഫുള്ളായിട്ട് യോക്ക് പോർഷനും താഴെ വരെയും കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ താഴെ വരെ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ നെല്ലടിക്കുന്ന മെറ്റീരിയൽ ഒന്നും ഇല്ല. പിന്നെ ഓഫ് വൈറ്റ് ഒക്കെ ആയതുകൊണ്ട് അതുകൊണ്ടാവും ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1499 രൂപയാണ്. ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു XL വരെ ഉണ്ട്. ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന് XL ആണേ. എനിക്ക് XL എടുത്തിട്ട് പെർഫെക്റ്റ് ഫിറ്റ് ആട്ടോ. ഒന്നും തന്നെ ചെയ്യേണ്ടി വന്നിട്ടില്ല. കറക്റ്റ് ബോഡി ഷേപ്പിൽ അങ്ങ് കിടക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്ന് വിശുദ്ധ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബ്ലാക്ക് എയർലൈൻ ഡ്രസ് ആണ്. ഇത് വന്ന് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതിലേക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഫുള്ളി താഴെ വരെ ഒരു ചെറിയ ഫ്ലവർ എംബ്രോയിഡറി ഡിസൈൻ പോകുന്നുണ്ട് കേട്ടോ. ഇതിന്റെ യോക്ക് പോർഷൻ വന്ന് ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട്
വേസ്റ്റിന്റെ അവിടുന്ന് ചെറുതായിട്ടൊരു ഞുറി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇത്രയും പോർഷൻ. ബാക്കി എയർലൈൻ കട്ടാണിത്. ബാക്കിലും അങ്ങനെ തന്നെയാണ്. ഇവിടം വരെ ഇങ്ങനെ ഒരു കട്ട് വന്നിട്ട് അതിൽ നിന്ന് ചെറിയൊരു ഫ്രില്ല് അടിച്ചു പോകുന്നുണ്ടേ. താഴ്ഭാഗത്ത് വന്നിട്ട് ഈ യോക്കിന് വെച്ചേക്കുന്ന അതേ മെറ്റീരിയൽ കൊണ്ട് ഒരു പടിയും പോകുന്നുണ്ട്. ഇതിന്റെ സ്ലീവ് വന്ന് ഇങ്ങനെയാണ് ഉണ്ടാവുക. 3/4 സ്ലീവ് ആണ്. അതിന്റെ തുമ്പിലായിട്ട് ഈ യോക്കിന് വെച്ചേക്കുന്ന മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പടി പോലെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്നൊരു ഫ്രില്ലായിട്ട് പോകുന്നുണ്ട് കേട്ടോ. സ്ലീവിനും ഈ ഫ്ലോറൽ എംബ്രോയിഡറി ഉണ്ട് കേട്ടോ. ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിന്റെ ഫ്രണ്ട് പോർഷന് യോക്കിന്റെ ഭാഗത്ത് ചെറിയ 3 ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ചുമ്മാ ഷോയ്ക്ക് വേണ്ടി കൊടുത്തേക്കുന്നതാണ്. ഇത് വന്ന് തിക്ക് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. ലൈനിങ് ഒന്നും വേണ്ട. എന്നാലും ഇതിന്റെ ഉള്ളില് പിന്നെ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ യോക്ക് പോർഷനിലുണ്ട്, താഴെ വരെയും ഇങ്ങനെ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് വെയർ ചെയ്തിട്ട് ഗൗണ് മാതിരിയാട്ടോ, താഴെ വരെ പിന്നെ കണങ്കാലിന്റെ തൊട്ട് മുകളിൽ വരെ ഇറക്കുന്നുണ്ട് കേട്ടോ. അത്രയും ഇറക്കം എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞു ഹൈറ്റ് കുറവാണ്. അപ്പം മീഡിയം ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് ഒരു നീലന്തിന് താഴെ നിൽക്കും കേട്ടോ. അടുത്തത് വന്ന് ഒരു റെഡ് കളർ ഡ്രസ്സാണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വന്ന് ക്രഷ്ഡ് റയോൺ ആണ്. ഇത് നീലന്തിന്റെ അവിടം വരെയാണ് ഇറക്കം വരുന്നത്. ഈ ഡ്രസ്സിന്റെ ഫ്രണ്ട് പോർഷനിൽ വേസ്റ്റ് വരെ ഒരു ലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയോട് ഹഗ് ചെയ്ത് ഇങ്ങനെ നല്ല ഷേപ്പിൽ ഇങ്ങനെ കിടക്കും കേട്ടോ. ബാക്കില് അങ്ങനെയില്ല, പ്ലെയിൻ ആണ്. പിന്നെ ഇതിന്റെ സ്ലീവ് വന്ന് ഇങ്ങനെ ഒരു പഫ് സ്ലീവ് ആണ്. അതിലേക്ക് ഇങ്ങനെ എംബ്രോയിഡറി പോയിട്ടുണ്ട്. സ്ലീവിന് മാത്രമേ ഉള്ളൂ എംബ്രോയിഡറി, ബാക്കിയെല്ലാം പ്ലെയിൻ ആണ് കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയലുമാണ്. ക്രഷ്ഡ് റയോൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് എന്താ പറയാ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയോട് ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. വണ്ണമുള്ളവർക്കൊക്കെ കുറച്ച് ഒതുക്കം തോന്നുന്ന ഒരു മെറ്റീരിയലാണ് ക്രഷ്ഡ് റയോൺ എന്ന് പറയുന്നത്. ക്രിസ്മസിനൊക്കെ സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ല സ്യൂട്ട് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതിന്റെ സ്ലീവിൽ മാത്രമേ വർക്ക് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം പ്ലെയിൻ ആണ്. പിന്നെ യോക്ക് പോർഷനിൽ ചെറിയൊരു ലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇതിന്റെ ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന് എക്സൽ ആണ്. ഇത് എക്സ്ട്രാ സ്മോൾ മുതൽ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ. ഇതിന്റെ പ്രൈസ് വരുന്നത് 863 രൂപയാണ്. ഈ ഡ്രസ്സിന്റെ വേറെയും കളർ അവൈലബിൾ ആണ് കേട്ടോ. ഒരു 5-6 കളറെങ്കിലും ഉണ്ട്. വേറെ ലാവണ്ടർ, ഗ്രീന്, അങ്ങനെ വേറെ കളറുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ ക്രിസ്മസ് തീം ആയതുകൊണ്ട് റെഡ് എടുത്തതേ ഉള്ളൂ. നെക്സ്റ്റ് വന്ന് ഒരു ക്രോപ്പ് ടോപ്പ് ബോട്ടം ആൻഡ് ജാക്കറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ റെഡ് എന്ന് കരുതി ഓർഡർ ചെയ്ത കേട്ടോ. അതില് പിക്ചറിൽ കാണാൻ റെഡ് ആണ്, പിന്നെ അവർ മെൻഷൻ ചെയ്തേക്കുന്ന റെഡ് ആണ്. പക്ഷെ കൈ കിട്ടിയപ്പോൾ റെഡ് അല്ല, ഒരു വൈൻ, ഒരു മെറൂൺ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കളറാണ്. ഇത് ഞാൻ ഇതിൽ കാണിക്കാൻ ക്രിസ്മസ് ഹോളിൽ ഉൾപ്പെടുത്താൻ കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെയർ ചെയ്തിട്ടും നല്ല രസമുണ്ട്, അതുകൊണ്ടാണ് നല്ലതായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതിന്റെ മെറ്റീരിയൽ വന്ന പോളിക്രേപ്പ് ആണ്, പോളിസ്റ്റർ അല്ല, ഒരു പോളിക്രേപ്പ് മെറ്റീരിയൽ ആണ്. ഇന്നർ വന്നിട്ട് ഇങ്ങനൊരു ക്രോപ്പ് ടോപ്പ് ആണ്. ഇത് ജാക്കറ്റ് ഇല്ലാതെ ബോട്ടവും ഈ ക്രോപ്പ് ടോപ്പും മാത്രമായിട്ട് വെയർ ചെയ്യാനും നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വെയർ ചെയ്യുന്നവർക്ക് നല്ല രസമുണ്ട്. അപ്പൊ ഒരു കോട്ട് സെറ്റ് ഒക്കെ പോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ജാക്കറ്റ് ഇട്ട് വെയർ ചെയ്താലും നല്ലതാണ്, ജാക്കറ്റ് ഇല്ലാണ്ട് വെയർ ചെയ്യാനും ഇത് നല്ലതാണ് കേട്ടോ. ബോട്ടം വന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പടി പോലാണ്, ബാക്കിൽ ഇങ്ങനെ ലാസ്റ്റിക് ആണ്. പലാസോ ബോട്ടം ഒക്കെ പോലെ ലൂസ് ബോട്ടം ആണ് കേട്ടോ. ഇതിന്റെ ജാക്കറ്റ് വന്ന് ഷിഫോൺ മെറ്റീരിയൽ ആണ്. അതിലേക്ക് ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻ ആണ് പോകുന്നത്. ഇങ്ങനെ 3/4 സ്ലീവ് ഒക്കെയാണ് വരുന്നത്. ഈ ജാക്കറ്റിന്റെ വേസ്റ്റ് പോർഷൻ വരെ ഇങ്ങനെ പ്ലെയിൻ വന്നിട്ട് അവിടെ നിന്ന് ഒരു ചെറിയ ഞുറി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഫ്രില്ല് അടിച്ചു വരുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇതേണ്ട ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിന്റെ യോക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ കോട്ടാപ്പത്തി ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കയ്യിലും ഇതുപോലെ ഗോട്ടാപ്പത്തി ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടൈ ഉണ്ട്, ഷ്രഗ് ആയിട്ടിട്ടത്, അത് കെട്ടിയാൽ മതി കേട്ടോ. ഇത് ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന് XXL ആണ് കേട്ടോ. എക്സ്ട്രാ സ്മോൾ മുതൽ XXL വരെ സൈസ് അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 925 രൂപയാണ്. ഞാൻ പിന്നെ ക്രിസ്മസ് ഹോളിൽ ഉൾപ്പെടുത്തിയത് വെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, അതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതാ. വേണ്ടവർക്ക് എടുക്കാം.
ഇതൊക്കെയാണ് ഇന്നത്തെ ക്രിസ്മസ് ഡ്രസ് ഹോള്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിന്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇനി ഇതുപോലുള്ള ക്രിസ്മസ് ഹോൾസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയറും കമന്റ് ചെയ്യുക. ഇപ്പൊ പിന്നെ പുതിയൊരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ, ഹൈപ്പ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ആ ഹൈപ്പിലും കൂടെ ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.